ഇനി വിദേശ വാർത്തകളിലേക്കാണ്. പി ജെയിംസ് അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരും. പാലസ്തീന് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും നൽകാൻ UN വൻ ഭൂരിപക്ഷത്തോടെ വോട്ടിനിട്ട് തീരുമാനിച്ചു എന്ന വാർത്ത നല്ല ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന കാര്യം നമുക്ക് പി ജെയിംസിനോട് ചോദിക്കാം. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. സത്യത്തിലെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു UN പറഞ്ഞ ഏത് കാര്യം കേട്ടിട്ടുണ്ട്? ഒരു കാര്യം കേട്ടിട്ടില്ല എസ്കേൻ. അല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടായിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ചേർന്ന് അവിടെ ഈ പാലസ്തീന് അംഗത്വം കൊടുക്കാനുള്ള അവകാശം ജനറൽ അസംബ്ലിക്ക് ഇല്ല, അത് രക്ഷാസമിതിക്കാണ്. അതുകൊണ്ട് ജനറൽ അസംബ്ലി ഇത് വലിയ വിശദമായി ചർച്ച ചെയ്തു, വോട്ടിനിട്ടു. ആകെ വോട്ട് ചെയ്ത രാജ്യങ്ങളിൽ 143 രാജ്യങ്ങൾ പാലസ്തീന് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും നൽകണം എന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങളെത്തി. അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ. 9 രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത്. അമേരിക്കയും ഇസ്രായേലും അടക്കം 9 രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്നത്. പിന്നെ അല്പം മൗനം പാലിക്കുന്ന 25 രാജ്യങ്ങൾ വിട്ടുനിന്നു. അപ്പോഴും ബഹുഭൂരിപക്ഷം 143 രാജ്യങ്ങൾ പാലസ്തീൻ കോസിന് അനുകൂലമായിട്ട് നിൽക്കുന്നുവെന്ന് മാത്രമല്ല, UN രക്ഷാസമിതിയോട് അവരാവശ്യപ്പെട്ടിരിക്കുന്നു പാലസ്തീന് UN അംഗത്വം കൊടുക്കണം. ഇപ്പോൾ ഉള്ളത് ഒരു നിരീക്ഷക പദവി പോലെ, വോട്ടിംഗ് പവർ ഇല്ലാത്ത ഒരു ഇതാണ്. വോട്ടിംഗ് പവറോട് കൂടി അവർക്ക് അംഗത്വം കൊടുക്കണം. അങ്ങനെ വന്നാൽ സ്വതന്ത്ര രാജ്യമായി പാലസ്തീനെ പ്രഖ്യാപിക്കേണ്ടി വരും എസ്കേൻ. അപ്പോൾ ആ തരത്തിലുള്ള ആവശ്യം UN ആവശ്യപ്പെട്ടിരിക്കുന്നു. UN മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. ഇസ്രായേൽ ചോദിച്ചിരിക്കുന്നത് ഒരു ടെറർ സ്റ്റേറ്റിനെ, എന്നുവെച്ചാൽ ഭീകരവാദം ചെയ്യുന്ന പാലസ്തീനെ എങ്ങനെ ഇത് കൊടുക്കും എന്നാണ്. അപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചുള്ള ചോദ്യം വരുന്നുണ്ട് എസ്കൈൻ. എന്തായാലും ഇസ്രായേലിൻ്റെ നടപടികളൊന്നും അനുകൂലിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർത്തിട്ടും UN പ്രമേയം വന്നിട്ടും അവിടെ റഫേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഈ റഫയുടെ കവാടം, ഈജിപ്തിൽ നിന്ന് ഗസയിലേക്കുള്ള പാലസ്തീൻ ഭാഗത്തെ കവാടം പിടിച്ചെടുത്ത് അത് കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ടു എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും ഗസയിലേക്ക് കടത്തിവിടുന്നില്ല. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന അവസ്ഥയിലാണ്. നിരവധി പേർ പട്ടിണിയിൽ മരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മാത്രമല്ല, കിഴക്കൻ റഫയിൽ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ഉരുളുകയാണ്. അതേ തുടർന്ന് ടാങ്കുകൾ ഉരുളുന്നു. 1,10,000 പേരാണ് ഇപ്പോൾ പലായനം ചെയ്തതായിട്ട് ഔദ്യോഗിക കണക്കുകൾ വരുന്നത്. കൂടുതൽ ആൾക്കാർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ്കേൻ. അവിടെ ഏതാണ്ട് 15 ലക്ഷം പേരാണ് റഫയിൽ തമ്പടിച്ച് തിങ്ങിക്കൂടി ജീവിക്കുന്നത്. അതിനിടയിൽ നിന്നാണ് കിഴക്കൻ റഫയിൽ ഇസ്രായേലിൻ്റെ ഭീഷണി വന്നതിനെ തുടർന്ന് 1,10,000 പേര് ഔദ്യോഗിക കണക്കനുസരിച്ച് മാറിയിരിക്കുന്നു. യുദ്ധം മുറുകുകയാണ്. ഹമാസ് റോക്കറ്റ് അയക്കുന്നു, ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്യുന്നു, ടാങ്കുകൾ ഉരുളുന്നു, ഒരുപാട് പേര് മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ സജ്ജമായിട്ടുള്ള ആക്രമണത്തിന് ഒരുമ്പിട്ടാൽ ഇനി ആയുധങ്ങൾ നൽകുന്ന പ്രശ്നമില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു. ഒരു ഭാഗത്ത് ജോ ബൈഡൻ ആയുധങ്ങൾ നൽകില്ലെന്ന് പറയുന്നു, പക്ഷേ പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ വരുമ്പോൾ അത് വീറ്റോ ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഇരട്ടത്താപ്പ് നയമാണ് എസ്കേൻ. രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്, രക്ഷാസമിതിയോട് ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടിരിക്കുന്നത് അംഗത്വം കൊടുക്കാനാണ്. പക്ഷെ അംഗത്വത്തിന് ഇത് വീണ്ടും വന്നു കഴിഞ്ഞാൽ അമേരിക്ക വീറ്റോ ചെയ്യും. അമേരിക്ക ഇസ്രായേലിനോട് എതിർപ്പുണ്ടെങ്കിലും ഒരിക്കലും ഈ പാലസ്തീന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിനെ അമേരിക്ക അനുകൂലിക്കുന്നില്ല. അവിടുത്തെ രാഷ്ട്രീയം ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഹൂതികൾ പറഞ്ഞിട്ടുണ്ട് 20 ലക്ഷം പേരുടെ വലിയ റാലി ഇസ്രായേലിനെതിരെ നടത്തിയെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് എസ്കേൻ. ജെയിംസ്, മറ്റൊരു കാര്യം, യുക്രൈൻ യുദ്ധമുഖത്തുനിന്ന് ഒരു വാർത്ത വരുന്നു. യുക്രൈൻ്റെ രണ്ടാമത്തെ വൻ നഗരമായ കാർക്കീവ് പിടിക്കാനുള്ള റഷ്യയുടെ ശ്രമം യുക്രൈൻ സേന പരാജയപ്പെടുത്തി എന്ന രീതിയിൽ വാർത്ത വരുന്നു. അമേരിക്കൻ ആയുധങ്ങൾ അവിടെ എത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. എസ്കേൻ, യുക്രൈൻ യുദ്ധം 2 വർഷം 3 മാസം മുമ്പ് തുടങ്ങുമ്പോൾ എസ്കേൻ ഓർക്കുന്നുണ്ടാവും. ആ യുദ്ധം തുടങ്ങി ആദ്യ ആഴ്ചകളിൽ ഒരുപക്ഷെ കീവിലാണ് ഏറ്റവും വലിയ ആക്രമണം നടത്തിയത്. അവിടെ സെലൻസ്കിയെ കൊല്ലാനൊക്കെയുള്ള ശ്രമം നടത്തി. പാരാട്രൂപ്പേഴ്സ് ഇറങ്ങി, വിമാനത്താവളം ടാങ്കുകളിട്ട് അവർ മുടക്കിക്കളഞ്ഞു യുക്രൈൻ സേന. പക്ഷെ പിന്നെ ആക്രമണം വന്നത് കാർക്കീവിലാണ്. കാർക്കീവ് റഷ്യൻ അതിർത്തിയിൽ നിന്ന് 30-35 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇതാണ്. കാർക്കീവ് പിടിച്ച് അതുവഴി കീവിലെത്തി സകലതും പിടിച്ചടക്കാനാണ് റഷ്യ അന്ന് പ്ലാൻ ചെയ്തത്. 2 കൊല്ലവും 3 മാസവും കഴിഞ്ഞിട്ടില്ല. ഇപ്പം സെക്കൻഡ് വേവ് ഓഫ് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാർക്കീവിൽ വലിയ നാശം വിതച്ച് കാർക്കീവിനെ ഏതാണ്ട് നശിപ്പിച്ചതാണ് റഷ്യ. പക്ഷേ റഷ്യയ്ക്ക് മേൽ യുക്രൈൻ്റെ സേന അമേരിക്കൻ യൂറോപ്യൻ ആയുധങ്ങളുമായി ഫൈറ്റ് ചെയ്ത്
അവരെ റഷ്യയെ തുരത്തിക്കളഞ്ഞു. ഇപ്പോൾ റഷ്യ വീണ്ടും അറ്റാക്ക് ആരംഭിച്ചിരിക്കുകയാണ്, ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തി വിജയിക്കുന്നതിൻ്റെ. പക്ഷേ കാർക്കീവിൽ വലിയ പ്രതിരോധം തീർത്ത് മിസൈലുകൾ അയച്ച് ഷെല്ലടിച്ച് ഉക്രൈൻ സേന റഷ്യയെ തുരത്തി എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. പക്ഷേ അപകടം ഒഴിഞ്ഞു പോയിട്ടില്ല. കിഴക്കൻ ഉക്രൈനിലെ ഡോണസ്കിലും ലുഹാൻസ്കിലൊക്കെ റഷ്യ മുന്നേറുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ആയുധങ്ങൾ, പ്രത്യേകിച്ച് വലിയ 1000 കിലോയിൽ കൂടുതലുള്ള ബോംബുകൾ, അതുപോലെ തന്നെ ഒരുപക്ഷെ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള ലോങ് റേഞ്ച് മിസൈലൊക്കെ വരുന്നതിന് മുമ്പേ ഇതിൽ പരാജയപ്പെടുത്താനാണ് അവർ നോക്കുന്നത്. എന്തായാലും സെലൻസ്കി പറഞ്ഞിരിക്കുന്ന യുദ്ധം അതീവ രൂക്ഷമാണ്. ഉടനെ ആയുധം എത്തിയില്ലെങ്കിൽ റഷ്യ വിജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന മുന്നറിയിപ്പ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സെലൻസ്കി നൽകിയിട്ടുണ്ട്. എസ്.കെ. ജെയിംസെ, മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നലത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനം അത് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അത്ര കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു അന്തർദേശീയ തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ? എസ്.കെ.എൻ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വലിയ വാർത്തകളാണ് BBC അടക്കമുള്ള BBC, അൽ ജസീറ, അതുപോലെ തന്നെ ലോകമാധ്യമങ്ങൾ റഷ്യയിലെയും അമേരിക്കയിലെയും CNN അടക്കമുള്ള മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ ഒറ്റയ്ക്ക് ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി ഡൽഹിയിൽ അധികാരം പിടിച്ചത് വലിയ വാർത്തയാണ് അന്താരാഷ്ട്ര. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തത് ശരിയല്ല എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകൾക്ക് ഈ അരവിന്ദ് കെജ്രിവാളിനോട് എന്തോ ഒരു പ്രിയമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മോദിക്കെതിരെയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ അവരുടെ പേന അല്ലെങ്കിൽ അവരുടെ മൗസ് അവർക്കെതിരെയാണ് തിരിച്ചത്. എന്തായാലും അത് വല്ലാതെ ചർച്ചാ വിഷയമായി. ഇപ്പം 50 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ മോചിപ്പിച്ചപ്പോൾ അത് മോദിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഒരു ഡിവിസീവ് പൊളിറ്റിക്സ്, വിഭജന രാഷ്ട്രീയം മോഡി പുറത്തെടുത്തിരിക്കുന്നു. അതെന്തോ പേടിയുടെ രൂപത്തിലാണ് എന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. മറുവിഭാഗം പറയുന്നത് ഈ വർഗീയത അഴിച്ചുവിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നേടാനുള്ള തന്ത്രം അത് എല്ലാ ഇലക്ഷനിലും മോഡി അവസാന നിമിഷം എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നരേന്ദ്രമോദി എടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് BBC അടക്കമുള്ള BBCയുടെ സൗത്തിക് ബിസ്വാസ് അടക്കമുള്ള ലേഖകന്മാർ ആ തരത്തിൽ എഴുതുകയും അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് BBC രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. 3 ഘട്ടം കഴിഞ്ഞു, 4 ഘട്ടം കൂടി ബാക്കിയുണ്ട്. ജൂൺ 1-ാം തീയതി തെരഞ്ഞെടുപ്പ് തീരും. പക്ഷേ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പിനെ അല്പം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്കെൻ, എന്തായാലും BJP ഇതിനെ കടുത്ത രീതിയിൽ സർക്കാരും എതിർത്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള ആരോപണമുണ്ട്. ഒപ്പം തന്നെ SKN പുതിയൊരു ആരോപണം കൂടി വന്നിരിക്കുന്നു. കാനഡയിൽ 2019 21 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ ഇടപെട്ടു എന്ന അവിടുത്തെ കനേഡിയൻ ഇൻ്റലിജൻസ് ഏജൻസി അവരുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ മാത്രമല്ല, ചൈന, റഷ്യ, ഇറാൻ 3 രാജ്യങ്ങൾ കൂടി. അവരുടെ കൂട്ടത്തിൽ ഇന്ത്യയുണ്ട്. പഞ്ചാബിലെ ഇന്ത്യക്കാരായിട്ടുള്ള വംശജര് 18 ലക്ഷം പേരുണ്ട്. അവരെ സ്വാധീനിക്കാൻ, അവരുടെ സ്ഥാനാർത്ഥികളെ, ഇന്ത്യക്ക് അനുകൂലമായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിൽ പണമിറക്കിയെന്ന ആരോപണം ആണ് കനേഡിയൻ ഏജൻസി ഉന്നയിച്ചിട്ടുള്ളത്. താങ്ക് യു PP ജെയിംസ്. വിദേശ വാർത്തകളുമായി PP ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റും 25 സെക്കൻഡും.